Hello dear friends, welcome to RJ's physics classes. Total internal reflection. ഇതായിരുന്നു റേ ഒപ്റ്റിക്സിൽ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞത്. Total internal reflection. When light passing from denser to rarer medium at a particular angle of incidence, angle of refraction become 90 degree. That angle of incidence is called critical angle. That angle is called critical angle. Okay. Critical angle കഴിഞ്ഞിട്ട് മൂന്നോ നാലോ ചോദ്യങ്ങളായിരുന്നു ഞാൻ തന്നെ. ആ ചോദ്യങ്ങളുടെ ആൻസർ ആണ് എന്ത് പറഞ്ഞത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതെന്താന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാം. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ചത്. റേ ഒപ്റ്റിക്സ് എന്ന സുന്ദരമായ ചാപ്റ്ററിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഓക്കെ, ബുക്കും പെന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. സോ ഇന്നത്തെ വീഡിയോ കാണാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? ഇന്നത്തെ നമ്മളുടെ വീഡിയോൻ്റെ ടോപ്പിക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, നമ്മളുടെ വീഡിയോൻ്റെ ടോപ്പിക് വരുന്നത് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. യാ ഫൈൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതിനെ നമ്മൾ ചുരുക്കിയിട്ട് TIR എന്ന് പറയാറുണ്ട്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓർ സിംപ്ലി TIR. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നുള്ളതിനെ നമ്മൾ ചുരുക്കി പറഞ്ഞ പേരാണ് TIR. ഓക്കെ, ഇനി ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് പറയാൻ. ക്രിട്ടിക്കൽ ആംഗിൾ നമുക്കറിയാലോ. When light passing from denser to rarer medium at a particular angle of incidence, angle of refraction become 90 degree. That angle of incidence is called critical angle. So, ഇവിടെ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇതിൽ ക്രിട്ടിക്കൽ ആംഗിളിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്തതെങ്കിൽ, ഈ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ലൈറ്റ് സർഫസിലൂടെ പാസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ പോവേണ്ടിയിരുന്നത് അത് ബെൻഡ് ചെയ്ത് സർഫസിലെത്തും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവും. ഇതിനേക്കാൾ വലിയൊരു ആംഗിളിലാണ് ലൈറ്റ് വന്ന് ഇടിച്ചതെങ്കിൽ വീണ്ടും റേ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യണം. അങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ആ റേ ഇങ്ങനെയാണ് പാസ് ചെയ്യാം. ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മളതിനെ റിഫ്ലക്ഷൻ എന്നാണ് വിളിക്കുക, എന്തല്ല റിഫ്രാക്ഷൻ എന്നല്ല. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? അതിനെ നമ്മൾ വിളിക്കുക റിഫ്ലക്ഷൻ എന്നാണ്, എന്തല്ല റിഫ്രാക്ഷൻ എന്നല്ല. പറഞ്ഞ ഐഡിയ കിട്ടിയോ? ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ വി ഹാവ് ടു സേ 2 points. ഫസ്റ്റ് വൺ, when light passing from denser to rarer medium. When light passing from denser to rarer medium, if the angle of incidence is greater than critical angle, the ray will reflect back. If the angle of incidence is greater than critical angle, the ray will reflect back. That phenomenon is called total internal reflection. ആ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുകയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാവുകയും ചെയ്താൽ ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ആ എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നാണ്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. When light passing from denser to rarer medium, if the angle of incidence is greater than critical angle, the ray will reflect back. That phenomenon is called total internal reflection. മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. യാ ഫൈൻ. സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമുക്കറിയാം, നോ പ്രോബ്ലം. ഇനി കഴിഞ്ഞ ദിവസം ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, സോ അപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഒന്നാമത്തെ അപ്ലിക്കേഷൻ. ഓക്കെ, ഒന്നാമത്തെ അപ്ലിക്കേഷൻ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്സ്.
ഡയമണ്ടിൻ്റെ തിളക്കത്തിന് കാരണം? ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. നമുക്കറിയാം ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.4 ആണ്. n ഈക്വൽ ടു 1/sin c അല്ലേ? ഓക്കെ, സോ sin c ഈക്വൽ ടു 1/2.4. ഈ വാല്യൂ ഉപയോഗിച്ചാൽ ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ നമുക്ക് കാണാമല്ലോ. അത് കാണാനുള്ള ഡ്യൂട്ടി നിങ്ങൾക്ക് വിട്ടുതന്നാണ്. ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ വളരെ വളരെ കുറവാണ്. തൽക്കാലം ഞാൻ ഡയമണ്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഒന്നും കൂടെയൊക്കെ ഭംഗിയാക്കാം അല്ലേ? ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഈ ഡയമണ്ടിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യാണ്. ഡയമണ്ടിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ നോ കണ്ടീഷൻസ്, ഇറ്റ് വിൽ പാസ് വിത്തൗട്ട് എനി ഡൗട്ട്. കാരണം റയറർ ടു ഡെൻസറിന് നോ കണ്ടീഷൻസ് ലൈക്ക് ക്രിട്ടിക്കൽ ആംഗിൾ. ബട്ട് when it travel from diamond to air, there is critical angle, no doubt. When light passing from denser to rarer medium, there will be critical angle. So ഇത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലുതാവും ഉറപ്പാണ്. സോ ഇറ്റ് വിൽ റിഫ്ലക്ട്. കാരണം ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ ചെറുതാണ്. ഓക്കെ, ഇനി മീൻസ് ലെസ് ദാൻ 30 ഡിഗ്രി ഓർ വെരി നിയർ ടു 30 ഡിഗ്രി. ഇത് എവിടുന്ന് എനിക്ക് കിട്ടിയേ? 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 ആണ്. 1/2 0.5 ആണ്. ഓക്കെ, ദെൻ 1/2 അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. 1/2 0.5 ആണ്. നിങ്ങൾക്ക് എനിക്കും അറിയാം. വെരി സോറി, ഞാൻ പറഞ്ഞു വന്നതല്ല കേട്ടോ, സോറി. 1/2 0.5 ആണ്. സൈൻ ഏത് വാല്യൂ 0.5 വരിക? 30. ഉറപ്പല്ലേ? സൈൻ 45 എത്രയാണ്? 0.707. സോ സൈൻ 30 സൈൻ 45ലേക്ക് പോകുമ്പോൾ 0.5 നിന്നും 0.75 പോവാണ്. സംഖ്യ കൂടുകയാണ്. ഓക്കെ, സോ സൈൻ്റെ വാല്യൂ കൂടുമ്പോൾ നമ്മളെ നമ്പറും കൂടി വരികയാണ്. ഫ്രം 0.5 to 0.7. 1/2.4 എന്ന് പറഞ്ഞാലോ അത് 0.5നേക്കാൾ ചെറിയ സംഖ്യയാണ്. അപ്പം 30നേക്കാളും ചെറിയൊരു ആംഗിൾ അല്ലേ വരിക? ഓക്കെ, സോ സംവർ 25 ഡിഗ്രി എന്നൊക്കെ തൽക്കാലം നമുക്ക് കണ്ടെടുക്കാം. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തോളാം? ഈ വീഡിയോ കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്തോളാം. വളരെ ഈസി ആയിട്ട് കിട്ടും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. ഓക്കെ, സോ ഈ ആംഗിൾ അതിനേക്കാൾ വലുതാണ്, ഇറ്റ് വിൽ റിഫ്ലക്ട്. ഈ ആംഗിൾ അതിനേക്കാളും വലുതാണ്, ഇറ്റ് വിൽ റിഫ്ലക്ട്. ഓക്കെ, ഈ ഇടിക്കണതിനേക്കാളും ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലുതാണ്, അത് റിഫ്ലക്ട് ചെയ്യും. ഇത് വലുതാണ്. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും സമയത്ത് അബദ്ധവശാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നേക്കാം. ഇങ്ങനെ വരുമ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ചെറുതാണ്. ഇറ്റ് വിൽ പാസ്. When light enters to the diamond, it undergoes a number of internal reflections before emerging out, and this produces the brilliance of diamond. അതാണ് ഡയമണ്ടിൻ്റെ തിളക്കം തീരുമാനിക്കുന്നത്. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഒരിക്കൽ ലൈറ്റ് ഡയമണ്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു വരണതിൻ്റെ മുന്നേ അത് ഒരുപാട് പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കളിക്കും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ദ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. സോ ദാറ്റ്സ് എ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. ഓക്കെ, സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, ബോത്ത് ഫോർ CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസ്. ഒരുപാട് പ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും. അതിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. Critical angle of diamond is small. When light enters to the diamond, it undergoes a number of internal reflections before emerging out, and this produces the brilliance of diamond. Clear? Okay, fine. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്കറിയാം, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് കോഹിനൂർ എന്ന് പറഞ്ഞ ഡയമണ്ട് അല്ലേ? വിക്ടോറിയ മ്യൂസിയത്തിൽ ഇപ്പോൾ ഉള്ള ഡയമണ്ട് ഒരുപാട് സമയം നമുക്ക് ലൈറ്റ് തരണം. 40 വാട്ട് ബൾബിൻ്റെ ലൈറ്റ് തരുന്നൊക്കെയാണ് എൻ്റെ സയൻറ്റിഫിക് തിയറി പറയണത്. കുറച്ച് സമയം ലൈറ്റ് അതിന് കിട്ടിയാൽ അത്രയും പ്രാവശ്യം ഇന്റേണൽ റിഫ്ലക്ഷൻ നടത്താനുള്ള എബിലിറ്റി നാച്ചുറൽ സ്റ്റോണിനുണ്ട്. ഓക്കെ, അപ്പോൾ ഡയമണ്ടിൻ്റെ തിളക്കം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ, പ്രശ്നമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കണം. ഇനി ദ സെക്കൻഡ് വൺ ഈസ് ഒപ്റ്റിക് ഫൈബർ. ഒപ്റ്റിക് ഫൈബർ ഒപ്റ്റിക് ഫൈബർ നമുക്കറിയാം അല്ലേ? എന്ന് പറഞ്ഞാൽ 93സിലൊക്കെ എൻ്റെ SLC സമയത്ത്, ഓക്കെ, ആ സമയത്ത് നമ്മളെ നാട്ടിൽ ISD റേറ്റ് ഒക്കെ ചിന്തിക്കാവുന്നതിനും മുകളിലാണ്.
3 സെക്കൻഡിന് 30 റുപ്പീസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു, വലിയ ഓർമ്മയൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ഓർമ്മ വെച്ച് പറയാണ്. പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗൾഫിലേക്ക് അങ്ങോട്ട് ഫോൺ ചെയ്യാന്നൊക്കെ ഉള്ളത് ഒരുപാട് പൈസ ഉള്ള ആളുകളുടെ മാത്രം സ്വപ്നമായിരുന്നു, വല്ലപ്പോഴും വിളിക്കാന്നുള്ളത്. കാരണം അവിടേക്ക് വിളിച്ചിട്ട് സുഖമല്ല എന്ന് ചോദിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 60 റുപ്യ 90 റുപ്യൊക്കെ പോവും, വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കണ്ടീഷൻ വരും. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അതിൻ്റെ റേറ്റ് വളരെ വളരെ കുറവാണ്. എൻ്റെ ഐഡിയ സിമ്പിളാണ്. കോപ്പർ വയറിലൂടെ അല്ലെങ്കിൽ അലൂമിനിയം വയറിലൂടെ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ I²RT എന്ന് പറഞ്ഞ ഹീറ്റ് ലോസ് ഉണ്ടാവും. ഒപ്റ്റിക് ഫൈബറിന് 2 പാർട്ടുകൾ, ഒരു ഇന്നർ പാർട്ട്, അതിനെ വിളിക്കുക കോർ എന്നാണ്. ഇതിൻ്റെ പുറത്ത് ക്ലാഡിംഗ്. ഓക്കെ, ഈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.48ഉം ക്ലാഡിങ്ങിൻ്റെ 1.46ഉം. അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, പകരം ഇത് കൂടുതലും ഇത് കുറവായാൽ മതി. ഓക്കെ, then when light enters to the diamond, when light enters to the fiber, then denser to rare medium critical angle ഉണ്ടാവും. ഇത് റിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ട് അടുത്ത എൻഡ് വരെ സുഖമായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ ലോസുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എൻറ്റർ ചെയ്ത സിഗ്നൽ ഇപ്പുറത്ത് എത്തണത് വരെ പ്രശ്നങ്ങളൊന്നുമില്ല, നോ ലോസ് അറ്റ് ഓൾ. അപ്പം ചെലവില്ല എന്ന് പറയുമ്പോൾ ഫോൺ ബില്ല് കുറയും, ഉറപ്പാണല്ലോ. അതാണ് ഇന്ന് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണത്. മാത്രമല്ല 1 മൈക്രോമീറ്റർ ആണ് ഇതിൻ്റെ ഒപ്റ്റിക് ഫൈബറിൻ്റെ തിക്നെസ്. ഓക്കെ, ഒരുപാട് ഫൈബേഴ്സ് ഇത്ര പോകുന്ന ചെറിയൊരു പൈപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാം. ഒരു പൈപ്പ് തന്നെ അല്ലെങ്കിൽ ഒരു ഫൈബറിൽ തന്നെ കുറേ കണക്ഷൻസ് കൊടുക്കാം. അപ്പോൾ 8-10 ലക്ഷം കണക്ഷൻസ് കൊടുക്കാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫൈബർ മാത്രം മതിയായേക്കും. അത് അടുത്ത അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സോ ഒപ്റ്റിക് ഫൈബറിൽ വർക്ക് ചെയ്യണ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, നോട്ട് ഡൗട്ട് അറ്റ് ഓൾ. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ദെൻ ഇതന്നെയാണ് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ മെഡിക്കൽ ടെക്നിക്കിൽ യൂസ് ചെയ്യണത്. നമ്മളുടെ വയറിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ടെക്നോളജി അല്ലേ. ഒരു പൈപ്പ് നമ്മളെ വായിലൂടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അവർ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യും. അങ്ങനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബെല്ലിൻ്റെ ഉള്ളിലത്തെ ചെറിയ ചെറിയ വൈബ്രേഷൻസ് പോലും അതേ എനർജിയിൽ മേലേക്ക് എത്തണം വിത്തൗട്ട് എനി ലോസ്. അതിന് ഏറ്റവും പറ്റിയ സംഭവം തന്നെയാണ് ഒപ്റ്റിക് ഫൈബർ തന്നെയാണ്. പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട് തോന്നുന്നു, ഹോളോ മാൻ എന്ന് പറഞ്ഞൊരു ഫിലിം അല്ലേ. ആ ഫിലിം ഇതാണ് ഐഡിയ എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ ചാൻസിലെങ്കിലും ആ ഫിലിം ഒന്ന് കാണുക, ഹോളോ മാൻ എന്നുള്ള ഫിലിം വെറുതെ ഒന്ന് കാണുക. ഓക്കെ, അതിൽ ഇതിൻ്റെ എന്തൊക്കെയോ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. സോ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ മെഡിക്കൽ ടെക്നിക്കിൽ യൂസ് ചെയ്യണതും സെയിം ക്രൈറ്റീരിയയാണ് അല്ലെങ്കിൽ സെയിം പ്രിൻസിപ്പിളാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സംശയമില്ലല്ലോ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. സോ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് കംസ് അണ്ടർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഒപ്റ്റിക് ഫൈബർ കംസ് അണ്ടർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് മിറാഷ്. മരീചിക. മരുഭൂമിയിലൊക്കെ വെള്ളമുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കണ സിസ്റ്റം അല്ലെങ്കിൽ ഫിനോമിന, അതിനെ നമ്മൾ വിളിക്കണ പേരാണ് മിറാഷ്. അതിൻ്റെ ഐഡിയ സിമ്പിളാണ്. നമുക്കറിയാം കര വളരെ പെട്ടെന്ന് ചൂടാവും, ലാൻഡ് വളരെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. സോ ചൂടുള്ള ദിവസങ്ങളിൽ എർത്തിൻ്റെ സർഫസ് വല്ലാണ്ട് ചൂടാവും, മുകളിലത്തെ ലെയർ തണുത്തതാവും. സോ സർഫസിനോട് തൊട്ടടുത്തുള്ള ലെയർ ചൂടുള്ള ലെയറാണ്, മുകളിലത്തെ ലെയർ തണുത്ത ലെയറാണ്. തണുത്ത ലെയർ ഡെൻസറാണ്, താഴത്തെ ചൂടുള്ള ലെയർ റയറാണ്. ഓക്കെ, ഇത് എർത്ത് സർഫസ് ആണെങ്കിൽ സർഫസിനോട് ടച്ച് ചെയ്ത് എയറിന്റെ ലെയർ ചൂടുള്ളതാണ്, ഇറ്റ് ബിക്കം റയറർ. മുകളിലത്തെ ലെയർ തണുത്തതാണ്, ഇറ്റ് ബിക്കം ഡെൻസർ. ഓക്കെ, ഡെൻസർ എന്ന് റയറിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് ടോട്ടൽ ഇന്റേണലി റിഫ്ലക്റ്റഡ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ ഒരു ലെയർ ഉണ്ട്, ഇവിടെ അടുത്ത ലെയർ, ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ലൈറ്റ് ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാളുടെ കണ്ണിൽ, ആളെ വലുതാക്കി വരച്ചാട്ടോ ചിത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയൊന്നും പോവില്ല, ആൾ ഇവിടെ ഉണ്ടാവുള്ളൂ. അത്രയും ചെറുത് വരച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇങ്ങനെ വരച്ചൊന്ന് മാത്രം. ഇവിടെ ആയിട്ട് ഇൻവേർട്ടഡ് ഇമേജ് കാണാൻ പറ്റും. ദൂരെയുള്ള ഏതോ വസ്തുവിൻ്റെ ഇൻവേർട്ടഡ് ഇമേജ് കാണാം, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഇൻവേർട്ടഡ് ഇമേജ് കാണാം. അപ്പോൾ അവിടെ നമുക്ക് വെള്ളം ഉണ്ട് എന്നുള്ള ഫീലിംഗ് ആണ് കിട്ടുക.
നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുളത്തിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കുളത്തിൻ്റെ സൈഡത്തെ മരങ്ങളൊക്കെ തലകുത്തനെ കുളത്തിൽ നമുക്ക് കാണാം. സോ ഇൻവേർട്ടഡ് ഇമേജ് കണ്ടാൽ നമ്മളെ ബ്രെയിൻ മനസ്സിലാക്കുക അവിടെ വെള്ളമുണ്ട് എന്നാണ്. ഇൻവേർട്ടഡ് ഇമേജ് കാണുമ്പോൾ ബ്രെയിൻ മനസ്സിലാക്കുക അവിടെ വെള്ളമുണ്ട് എന്നാണ്. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ദൂരമുള്ള സ്ഥലത്ത് ഇൻവേർട്ടഡ് ഇമേജ് കാണാം ഏതെങ്കിലുമൊക്കെ വസ്തുവിൻ്റെ. അങ്ങനെ കാണുകയാണെങ്കിൽ അവിടെ വെള്ളമുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. അവിടെ ചെന്ന് നോക്കിയാൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. ഈ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? മിറാഷ് എന്ന് വിളിക്കുക. നമുക്കറിയാം, നമ്മളെ ഭാരതപ്പുഴയിലൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങൾ ഉച്ച സമയത്തൊക്കെ ചെന്ന് നിന്നാൽ നമുക്ക് മിറാഷ് വ്യക്തമായിട്ട് കാണാം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. ഓക്കെ, ഇപ്പം മണലില്ലാത്തതുകൊണ്ട് അവസ്ഥ എന്താണെന്ന് അറിയില്ല. മണലുള്ള സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് കാണാം. നമ്മൾ ചെന്ന് കുറേ ദൂരത്തേക്ക് നോക്കുമ്പോൾ അവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണ പോലെ തോന്നും. അവിടെ ചെന്ന് നോക്കിയാൽ മണൽ മാത്രമേ ഉണ്ടാവുള്ളൂ. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് വെള്ളമുള്ള പോലെ നമുക്ക് തോന്നും. ഈ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഇനി അതിന് ഭാരതപ്പുഴയിലും പോകണമെന്നില്ല. നമ്മളെ നാഷണൽ ഹൈവേ കൂടെ ഉച്ച സമയത്ത് വണ്ടിയിൽ പോയാൽ മതി. ഒരു കയറ്റവും പിന്നെ ഒരു സ്ട്രെയിറ്റ് റോഡും വരുമ്പോൾ ആ കയറ്റം കയറി നമ്മളാണ് പോണ സമയത്ത് റോട്ടിൽ മുഴുവൻ എന്തോ എണ്ണയൊഴിച്ച പോലെ അതോ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെയൊക്കെ ഒരു തോന്നൽ വരും. മിറാഷിൻ്റെ ഏറ്റവും സിമ്പിൾ വേർഷനാണത്. മിറാഷ് എന്നുള്ള ക്വാണ്ടിറ്റീൻ്റെ ഏറ്റവും സിമ്പിൾ വേർഷനാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. സോ മിറാഷ് എന്നുള്ളത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ അടുത്ത ആപ്ലിക്കേഷനാണ്. ഇനി മിറാഷിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സെൻറ്റൻസ് പറഞ്ഞല്ലോ, ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ. അതാണ് വെള്ളം തളം കെട്ടി കിടക്കുന്ന പോലെ നമുക്ക് തോന്നുക. ഓക്കെ, സോ ആകാശത്തിന് റിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്കൊരു സ്ഥലത്ത് വെള്ളം ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവും. ഈ തോന്നലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിറാഷ് എന്ന് വിളിക്കുക, മരീചിക. ഓക്കെ, സോ ഒരു സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കണമെന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ഇല്ലാത്തൊരു വസ്തു ഉണ്ട് എന്നുള്ള തോന്നൽ, ഇറ്റ് ഈസ് ഡ്യൂ ടു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഈ മിറാഷിന് ഒരു ഓപ്പോസിറ്റ് ഫാക്ടർ ഉണ്ട്. മിറാഷിൻ്റെ ഓപ്പോസിറ്റ് ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണ് ലൂമിങ്. ലൂമിങ് എന്നാണ് മിറാഷിൻ്റെ ഓപ്പോസിറ്റിനെ വിളിക്കുക. മിറാഷ് ചൂടുള്ള സ്ഥലത്താണ് ഉണ്ടാവുക. അപ്പം ലൂമിങ് എവിടെ ഉണ്ടാവുക? യാ, നോ ഡൗട്ട്, തണുത്ത സ്ഥലത്ത്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫിനോമിന ഉണ്ടാവും. ഈ ലെയർ ഡെൻസർ, മുകളിലത്തെ ലെയർ റയറർ. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോണ റേ ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് താഴേക്ക് വരും. അപ്പോൾ ഈ വരച്ച് നേരെ റിവേഴ്സ് വരച്ച് നോക്കിയേ. ഇങ്ങനെ ഒരു റേ വരുന്നു, അത് ഇങ്ങോട്ട് പോരും. അടുത്ത റേ വരുന്നു, താഴേക്ക് പോരും. ഇത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇമേജ് ഉണ്ടാവും. ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഈ വരുന്നു റിഫ്ലക്റ്റ് ചെയ്യണു, ഇത് വരുന്നു റിഫ്ലക്റ്റ് ചെയ്യണു. അതേപോലെ ഇങ്ങോട്ട് വരുന്നു റിഫ്ലക്റ്റ് ചെയ്യണു, അടുത്തത് വരുന്നു റിഫ്ലക്റ്റ് ചെയ്യണു. ഓക്കെ, അത് വേണേൽ നമുക്ക് വരയ്ക്കാം, നോ പ്രോബ്ലം. ഇങ്ങനെ വരുന്ന ഒരു റേ ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു, ഇങ്ങനെ വരുന്ന അടുത്ത റേ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. ഇതിങ്ങനെ മുകളിലത്തെ ഒരു പോയിന്റിൽ ഇമേജ് ഉണ്ടാക്കുന്നു. മിറാഷ് ദൂരമുള്ള വസ്തുവിൻ്റെ ഇൻവേർട്ടഡ് ഇമേജ് അടുത്ത് കാണിക്കുകയാണെങ്കിൽ, ലൂമിങ് അടുത്തുള്ള വസ്തുവിൻ്റെ ഇൻവേർട്ടഡ് ഇമേജ് ആകാശത്ത് കാണിക്കും. ഓക്കെ, ആ എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂമിങ്. ലൂമിങ് എന്നാണ് നമ്മൾ ആ എഫക്റ്റിനെ വിളിക്കുക. ഓക്കെ, അടുത്തുള്ള വസ്തുവിൻ്റെ ഇൻവേർട്ടഡ് ഇമേജ് ആകാശത്ത് കാണിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ലൂമിങ് എന്ന് വിളിക്കുക. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ? ഓക്കെ, ഫൈൻ. സോ ലൂമിങ് എന്നുള്ളത് മിറാഷിൻ്റെ റിവേഴ്സ് ഫിനോമിനയാണ്. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ, ദെൻ അടുത്ത ആപ്ലിക്കേഷൻ വരുന്നത് ടോട്ടലി റിഫ്ലക്റ്റിംഗ് പ്രിസം. ടോട്ടലി റിഫ്ലക്റ്റിംഗ് പ്രിസം. പ്രിസത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ 2 കേസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു പ്രിസം ഇങ്ങനെ ഉണ്ട് വിചാരിച്ചോളൂ. ഇങ്ങനെ നമുക്ക് പ്രിസത്തിനെ എങ്ങനെ വെച്ചൂടെ? ഇങ്ങനെ പ്രിസത്തിനെ വെക്കുമ്പോൾ ഇവിടുന്ന് ലൈറ്റ് പാസ് ചെയ്യണോ, ഇത് 0 ഡിഗ്രിയിലാണ്, അതേപോലെയാണ് പോകും. ഓക്കെ, ഇവിടെ തട്ടിയ പക്ഷെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇത് 0 ഡിഗ്രിയിലാണ്, അതേപോലെ താഴേക്ക് പോകും. ഇത് ഒന്നാമത്തെ റേ. ഇനി രണ്ടാമത്തെ റേ ഇങ്ങനെ വരുന്നു, അത് ഇവിടെ തട്ടി സ്ട്രെയിറ്റ് പോണു, അതിങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് വരുന്നു. ഇതാണ് ഓബ്ജക്റ്റ് എന്ന് വിചാരിച്ചോളൂ.
ഇതിൻ്റെ ഇമേജിൻ്റെ ഷേപ്പ് എങ്ങനെ വരയ്ക്കാന്ന് ചോദിച്ചാൽ റെഡ് എന്നാണ് ആരോ സ്റ്റാർട്ട് ചെയ്തത്, ബ്ലാക്കിലാണ് അവസാനിച്ചത്. റെഡ് എന്ന് ആരോ സ്റ്റാർട്ട് ചെയ്തു, ബ്ലാക്കിൽ അവസാനിച്ചു. ഓക്കെ, വെറുതെ റേ ഇത്രയും വരയ്ക്കേണ്ട ആവശ്യമില്ല, അതിനെ ഞാൻ ഒഴിവാക്കുകയാണ്. ഓക്കെ, അത്ര മതി. അതെന്തിനാ വെച്ചാൽ അടുത്ത ഫിഗറും കൂടി ഇവിടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് നമ്മളുടെ ഒബ്ജക്റ്റ് അല്ല ഇമേജ്. ഓക്കെ, എന്തുകൊണ്ട് മനസ്സിലായില്ല? റെഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യണോ, ബ്ലാക്കിൽ അവസാനിക്കണോ. ഇനി അടുത്തൊരു ഫിഗർ. ഓക്കെ, അടുത്ത ഫിഗർ ഇങ്ങനെയാണ് പ്രിസം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് പ്രിസം വിചാരിച്ചോളൂ. പ്രിസം ഒന്നും കൂടെ മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പ്രിസം. ഇതിലേക്ക് ഇവിടുന്ന് ഒരു റേ പാസ് ചെയ്യണോ, ആ റേ ഇങ്ങനെ വന്ന് ഇത് 0 ഡിഗ്രി ഇങ്ങനെ പോവും. ഓക്കെ, ഇത് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും, ഇത് 0 ഡിഗ്രി ഇങ്ങോട്ട് തന്നെ വരും. ഇനി രണ്ടാമത്തെ റേ ഇവിടുന്ന് ഇങ്ങനെ പോണു, ഇത് ഇവിടുന്ന് തട്ടിയിട്ട് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും, ഇങ്ങനെ പോവും. ഇതിൽ ഇമേജിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് ചോദിച്ചാൽ റെഡ് കളർ ലൈൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ, ബ്ലാക്കിൽ അവസാനിക്കണോ, ഇതാണ് ഓബ്ജക്റ്റ്. അതേ സ്റ്റൈലിൽ ഇമേജ് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തതെങ്കിൽ ഇമേജിന്റെ ഷേപ്പ് ഇതാണ് വരിക. തെറ്റിദ്ധരിക്കരുത്, ഇത് ഇതിൻ്റെ ടിപ്പ് വരച്ചതാണ്. ഓക്കെ, ദിസ് ഈസ് ദി ഷേപ്പ് ഓഫ് ഇമേജ്. ഇങ്ങനെ ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇതാണ് ഇമേജിന്റെ ഷേപ്പ് വരിക. ഇതാണ് ഓബ്ജക്റ്റ് എങ്കിൽ ഇതാണ് ഇമേജിന്റെ ഷേപ്പ് വരിക. ഇതും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വെച്ച് വർക്ക് ചെയ്യണ ഒരു എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ എക്സാമ്പിൾ ആണ്. ഓക്കെ, ടോട്ടലി റിഫ്ലക്റ്റിംഗ് പ്രിസം. ഇതല്ലേ നമ്മളെ നാട്ടിലെ നാഷണൽ ഹൈവേയിൽ നമ്മൾ കാണണേ. രാത്രി സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ റോഡിൻ്റെ ബോർഡേഴ്സ് കാണിക്കാൻ വേണ്ടി കുറേ റിഫ്ലക്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ആ റിഫ്ലക്റ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ ഈ ഷേപ്പിലാണ് കാണുക, ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഷേപ്പ് കാണുക. ഓക്കെ, ദിസ് വൺ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ മുകളിലേക്ക് ലൈറ്റ് വന്നിട്ട് തിരിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റണേ. പറഞ്ഞ് ലോജിക് ക്ലിയർ ആയില്ലേ? സംശയമില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് ലൈറ്റ് വരുന്നു, ആ ലൈറ്റ് തിരിച്ചു പോണു. ഐഡിയ ക്ലിയർ ആയില്ലേ? സോ ഈ പറഞ്ഞ എഫക്റ്റ് ലൈറ്റ് അങ്ങനെയാണ് ചെല്ലണു, അമ്പിൽ തട്ടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നു. വെരി സിമിലർ ടു ദിസ് വൺ. സോ അത് നമ്മൾ കൊടുക്കണ ലൈറ്റ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യണത്, തിരിച്ചു തരണത്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആണോ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, എൻ്റെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൽ ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, വെള്ളത്തിൻ്റെ താഴെ നിൽക്കുന്ന ബേർഡ് പുറത്തെ ഫിഷിനെ ഒബ്സർവ് ചെയ്യണു. ഇന്നാൾ പറഞ്ഞ സെയിം പ്രശ്നം. ഓക്കെ, സോ വെള്ളത്തിൻ്റെ ഉള്ളിലത്തെ ഫിഷ് പുറത്തെ ബേർഡിനെ ഒബ്സർവ് ചെയ്യണു. ഓക്കെ, ആ ബേർഡിനെ എത്ര ദൂരം കാണാം. അതേപോലെ ഒരു ടാങ്കിൻ്റെ താഴെയിട്ട് നമ്മളൊരു ബൾബ് വെക്കണോ, ആ ബൾബിൽ നിന്ന് എത്ര ഭാഗത്തേക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യും എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.